ഏയ് നിന്റെ അച്ഛനാണ് പറയണേ, കത്തി താഴെ ഇടടാ. എനിക്ക് എഴുതി തരുമെങ്കിൽ ഞാൻ കത്തി താഴെ ഇടാം. അല്ലാതെ അച്ഛനല്ല, ഇനി അച്ഛൻ്റെ അച്ഛൻ മുത്തുപട്ടർ വന്നാ പറഞ്ഞ പോലെ ഞാൻ കേൾക്കാം. ഏയ് നീ ആവശ്യമില്ലാതെ എന്റെ അച്ഛനെ ഒന്ന് മാറ്റി പറയാൻ നിൽക്കുന്നു. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് മോശം. ഇതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല. എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ, ബാക്കി ഞാൻ മാറ്റി പറയില്ല. അച്ഛൻ എഴുതി തന്നാ ഞാൻ കത്തി താഴെ ഇടാം. മക്കളെ കത്തി താഴെ ഇട്. ഇതോടെ അച്ഛനും മോനും കൂടെ എന്താ പ്രശ്നം? ഇഷ നീ ഇത് കേൾക്കണം. രാവിലെ അവൻ വെട്ടോത്തി എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്. ഈ വെട്ടോത്തി കിട്ടിയിട്ടാണ് എനിക്ക് തേങ്ങ വിളിക്കുന്നത്. ആ വെട്ടുകത്തിയും കൊടുക്കടേ, നിനക്ക് എന്താ ആവശ്യം? കാര്യം നടക്കട്ടെ. വെട്ടുകത്തിയെ കൊടുക്കാം. എനിക്ക് എഴുതി തന്നാ ഈ വെട്ടുകത്തി ഞാൻ അച്ഛന് കൊടുക്കും. കാര്യം ഇത്ര ഉള്ളടേ, എന്തെന്ന് വെച്ചാൽ എഴുതി കൊടുക്കടേ. എന്തോന്നടേ കിഷ നീ പറയണത്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അവന്റെ പേരിൽ എഴുതി കൊടുക്കാൻ. എന്റെ അച്ഛന്റെ വകയത്. അപ്പൊ ഇതുവരെ സുഖമായില്ലേടേ ഇതിന്? അച്ഛന് സമാധാനം. ഇയാളാകുമ്പോ എന്നെ ഭ്രാന്തനാക്കിയപ്പോ അതിന് ഞാൻ ഇപ്പൊ എന്തിനാ നിന്നെ ഇന്ന് കൊല്ലുകൂടാ, ഞാൻ കൊല്ലുകൂടാ.